വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്ന അവിസ്മരണീയമായ നിമിഷങ്ങൾക്കായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് തൃശൂർ പെരിഞ്ചേരി ഇടവകയിലെ ചൂണ്ടൽ കുടുംബം. ചൂണ്ടൽ ജോഷി ഷിബി ദമ്പതികളുടെ മകന്റെ അത്ഭുത രോഗസൗഖ്യം കർദിനാൾമാരുടെ തിരുസംഘം സ്ഥിരീകരിച്ചതാണ് മറിയം ത്രേസ്യയുടെ വിശുദ്ധ പദ പ്രഖ്യാപനത്തിലേക്ക് ഇടയാക്കിയത്. 2009 ഏപ്രിൽ 7-ന് തൃശൂർ അമല ആശുപത്രിയിലായിരുന്നു ചൂണ്ടൽ ജോഷി ഷിബി ദമ്പതികളുടെ മൂന്നാമത്തെ കുട്ടിയായി ക്രിസ്റ്റഫറിന്റെ ജനനം. കുഞ്ഞിന്റെ ശ്വാസകോശത്തിനും ഹൃദയത്തിനും ഗുരുതരമായ തകരാറുണ്ടെന്ന് കുഞ്ഞ് ജനിച്ച ഉടനെ നവജാത ശിശുവിഭാഗം മേധാവി അറിയിച്ചു. ആദ്യ ദിവസം തന്നെ കുഞ്ഞിന്റെ ആരോഗ്യനില വഷളായി. മരുന്നുകൾ നൽകിയെങ്കിലും ശ്വാസതടസ്സം മൂലം വെന്റിലേറ്ററിലേക്ക് മാറ്റണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. ആശുപത്രിയിലെ ഏക വെന്റിലേറ്ററിൽ ഒരു കുഞ്ഞ് ചികിത്സയിലായിരുന്നതിനാൽ വെന്റിലേറ്ററിലേക്ക് മാറ്റാനായില്ല. ഇതോടെ ക്രിസ്റ്റഫറിന്റെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിലായി. ഇതിനിടെ ജോഷിയുടെ മാതാവ് വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ തിരുശേഷിപ്പുമായി ആശുപത്രിയിലെത്തി. തീവ്രപരിചരണ വിഭാഗത്തിൽ കിടന്ന കുഞ്ഞിന്റെ കിടക്കയുടെ താഴെ തിരുശേഷിപ്പ് വെക്കണമെന്നാവശ്യപ്പെട്ട് ഡ്യൂട്ടി നഴ്സിനെ കൈമാറുകയും ചെയ്തു. കുടുംബാംഗങ്ങൾ മറിയം ത്രേസ്യയിൽ അഭയപ്പെട്ട് കുഞ്ഞിന്റെ ജീവന് വേണ്ടി തീവ്രമായി പ്രാർത്ഥിക്കുകയും ചെയ്തു. മണിക്കൂറുകൾക്കുള്ളിൽ അത്ഭുതകരമായി കുഞ്ഞ് രോഗസൗഖ്യം കൈവരിക്കുകയായിരുന്നു. അപ്പോൾ കുട്ടിയുടെ സമയം 48 മണിക്കൂറിന് മുകളിൽ കുട്ടി പോവില്ല എന്നും ജീവിക്കില്ല എന്നുള്ള രീതിയിൽ ഡോക്ടർ ശ്രീനിവാസ് പറഞ്ഞിരുന്നു. അതായത് എൻ്റെ വീട്ടിൽ എൻ്റെ തറവാട്ടിൽ ഞങ്ങളുടെ മക്കളുടെ പ്രായം തൊട്ട് തന്നെ ഞങ്ങൾ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ അമ്മയെ വിശുദ്ധിയാക്കാനുള്ള നോവേനകൾ ഞങ്ങൾ ചെല്ലാറുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ പ്രാർത്ഥനകൾക്കും കഴിയുമ്പോൾ ചെല്ലാറുണ്ട്. അപ്പോൾ എൻ്റെ ഇളയമ്മ ഹോളി ഫാമിലി സിസ്റ്ററാണ്. അപ്പോൾ ഒരു ദിവസം കുറേ വർഷങ്ങൾക്ക് മുമ്പ് വന്നപ്പോൾ എൻ്റെ വീട്ടിൽ അമ്മയുടെ തിരുശേഷിപ്പ് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ എൻ്റെ അമ്മച്ചി ഇങ്ങനെ സീരിയസ് ആണെന്നൊക്കെ കേട്ടപ്പോൾ എൻ്റെ അനിയൻ്റെ കൂടെ വന്നപ്പോൾ അമ്മച്ചി തിരുശേഷിപ്പ് കൊണ്ടാണ് വന്നത് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ. അങ്ങനെ ആ തിരുശേഷിപ്പ് വെച്ച് മോൻ്റെ അടുത്ത് വെച്ച് തൊടിച്ച് പ്രാർത്ഥിക്കണം ഒരു അനുഭവം ചെയ്തിട്ടുണ്ട്. പിന്നീട് കുഞ്ഞിനെ പരിശോധിച്ച ശിശുരോഗ ഡോക്ടർമാരും കുഞ്ഞിന്റെ സൗഖ്യം സ്ഥിരീകരിച്ചു. 3 വയസ്സുവരെ സംസാരിക്കാതിരുന്ന കുഞ്ഞ് മാതാപിതാക്കൾ മറിയം ത്രേസ്യയുടെ മധ്യസ്ഥയ്ക്കായി പ്രാർത്ഥിച്ചപ്പോൾ സംസാരശേഷി തിരികെ കിട്ടിയതായി മാതാവ് സാക്ഷ്യപ്പെടുത്തി. തീർച്ചയായും മറിയം ത്രേസ്യ അമ്മയുടെ വലിയ മാധ്യസ്ഥം കൊണ്ട് തന്നെയാണ് മോൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസമുള്ള കാര്യമാണ്. മാത്രമല്ല 3 വയസ്സ് വരെ ഒട്ടും സംസാരിച്ചിരുന്നില്ല, ഒരു ശബ്ദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ മാത്രമല്ല കാലിൻ്റെ മുട്ടിന് വളവും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മറിയം ത്രേസ്യ അമ്മയുടെ കബറിടത്തിൽ കൊണ്ടുപോയി കിടത്തി പ്രാർത്ഥിച്ചിരുന്നു. അവിടുന്ന് പെട്ടെന്ന് തന്നെ അവൻ അവിടെ വെച്ചിട്ടല്ല, വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ അവൻ അധികം വൈകാണ്ട് സംസാരിച്ചു. പിന്നെ അവൻ്റെ കാലിൻ്റെ വളവ് ശരിയായത് ഞങ്ങൾ പോലും അറിഞ്ഞില്ല. കാലിങ്ങനെ കൂട്ടി വെച്ച് നിൽക്കുമ്പോൾ ആ വളവ് നമുക്ക് ശരിക്കും അതറിയായിരുന്നു. ശരിക്കും ഇങ്ങനെ ഒരു ഭാഗം വളഞ്ഞ് തന്നെ ഇരുന്നിരുന്നത്. പക്ഷെ ഇപ്പം അവന് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അപ്പം അങ്ങനെ 2-3 അനുഗ്രഹം അവന് തന്നെയായിട്ട് ഞങ്ങൾക്ക് തമ്പുരാൻ തന്നിട്ടുണ്ട് മറിയം ത്രേസ്യ അമ്മയുടെ വലിയ ഇടപെടലിൽ കൂടെ. അതിനും ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയാണ്. മദർ മറിയം ത്രേസ്യയെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തിയതിന്റെ 9ാം വാർഷിക ദിനമായ 2009 ഏപ്രിൽ 9-നാണ് അത്ഭുത രോഗശാന്തി നടന്നത്. ഇപ്പോൾ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ക്രിസ്റ്റഫർ. ഞാൻ ജനിച്ചപ്പോൾ തന്നെ എൻ്റെ ഹാർട്ടും ലങ്സും ശരിക്കും പ്രവർത്തിച്ചില്ല. അപ്പോൾ എൻ്റെ ഡാഡി വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മറിയം ത്രേസ്യയുടെ തിരുശേഷിപ്പ് ഡാഡിയുടെ അമ്മയുടെ വീട്ടിലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എൻ്റെ അമ്മമ്മ കൊണ്ടുവന്ന് ഞാൻ കിടന്നിരുന്ന ICUയിൽ വെച്ചിട്ട് എന്നെ തൊടിയിച്ചു. ആദ്യം തന്നെ എനിക്ക് വീട്ടുമാവോദിച്ച് തന്ന് എന്നെ തൊടിച്ചു. അതിനോടൊപ്പം തന്നെ ഞാൻ കിടന്നിരുന്ന തലവണയുടെ അടിയിൽ തിരുശേഷിപ്പ് വെച്ചിട്ട് അവരെല്ലാവരും ICUയുടെ പുറത്തുനിന്ന് നല്ലോണം ഭക്തിയോട് കൂടി പ്രാർത്ഥിച്ചതിന് ശേഷം മറിയം ത്രേസ്യയുടെ മാസം വഴി എനിക്ക് രോഗശാന്തി ലഭിച്ചു. വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ മധ്യസ്ഥതയിൽ നടന്ന ഒരു അത്ഭുത രോഗശാന്തി വത്തിക്കാനിലെ വിദഗ്ധ മെഡിക്കൽ സംഘം പഠിച്ച് ഐക്യകണ്ഠേന സ്ഥിരീകരിക്കുകയായിരുന്നു. 2018 ഒക്ടോബറിൽ ദൈവശാസ്ത്രജ്ഞരുടെ സമിതിയും കർദിനാൾമാരുടെ സമിതിയും അത്ഭുത രോഗശാന്തി അംഗീകരിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ അത്ഭുത രോഗശാന്തിക്ക് അംഗീകാരം നൽകിയതോടെ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ നാമകരണ നടപടികൾ പൂർത്തിയാവുകയും വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന് ഇടയാക്കുകയുമായിരുന്നു. ഷെക്കേന ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷെക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.